എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഗൈഡ്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സിലൊരാളായ റേ ഡാലിയോയുടെ വിജയരഹസ്യങ്ങളില്ലേ, അത് നമുക്ക് വളരെ ലളിതമായി ഒന്ന് പൊളിച്ചെടുക്കി നോക്കാം. അപ്പൊ റെഡിയല്ലേ? തുടങ്ങാമല്ലേ? ഇതാണ് ഡാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമുല. സ്വപ്നങ്ങൾ വേണം, കൂടെ യാഥാർത്ഥ്യബോധവും കഠിനാധ്വാനവും. ഈ മൂന്നും ചേരുമ്പോഴാണ് ഒരു ലൈഫ് സക്സസ്ഫുൾ ആവുന്നത്. അതായത് വലിയ സ്വപ്നങ്ങൾ കാണണം, പക്ഷെ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന റിയാലിറ്റി കൂടി മനസ്സിലാക്കണം. എന്നിട്ടോ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്കൊരു മാരത്തൺ ഓടണം, അതാണ് സ്വപ്നം. പക്ഷേ യാഥാർത്ഥ്യം എന്താ? നിങ്ങൾക്കിപ്പോൾ ഒരു 5 കിലോമീറ്റർ ഓടാനേ പറ്റുന്നുള്ളൂ. അത് അംഗീകരിക്കണം. എന്നിട്ട് പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്ത് ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോകണം. കണ്ടോ, ഇതാണൊരു വിജയകരമായ ജീവിതത്തിന്റെ ആ ഒരു ബേസിക് ഐഡിയ. ഓക്കെ, അപ്പോൾ വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അതെന്തായിരിക്കണം? അതിന്റെ തുടക്കമെന്ന് പറയുന്നത് റിയാലിറ്റിയെ, പ്രത്യേകിച്ചും നമ്മളെ വിഷമിപ്പിക്കുന്ന ആ സത്യങ്ങളില്ലേ, അതിനെ ധൈര്യമായിട്ട് അങ്ങ് ഫേസ് ചെയ്യുന്നതിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേദന, അതായത് പെയിൻ, നമ്മളെല്ലാവരും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒന്നല്ലേ അത്. പക്ഷെ ഡാലിയോ പറയുന്നത് എന്താണെന്നറിയോ? ഈ വേദന എന്ന് പറയുന്നത് ഒരു സിഗ്നലാണ്. നമ്മൾ എന്തോ ഒന്ന് പഠിക്കാനുണ്ട്, എവിടെയോ ഒന്ന് മെച്ചപ്പെടാനുണ്ട് എന്നതിന്റെ ഒരു സൂചന. നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നുമൊക്കെ ഒരു വേദനയുണ്ടാവുമല്ലോ. അതിനെപ്പറ്റിയിരുന്ന് ഒന്ന് ചിന്തിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുരോഗതി ഉണ്ടാവുന്നത്. അതായത് സിമ്പിളായി പറഞ്ഞാൽ ഇത്രയുള്ളൂ, നമ്മുടെ സാഹചര്യത്തെക്കുറിച്ചുള്ള സത്യം അതെത്രത്തോളം വേദനിപ്പിക്കുന്നതാണെങ്കിലും അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണമെന്താ? അവിടെ നിന്നാണ് ശരിക്കുള്ളൊരു മാറ്റം തുടങ്ങുന്നത്, അല്ലേ? നമ്മുടെ കുറവുകൾ എവിടെയാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെങ്ങനെയാ നമ്മൾ മെച്ചപ്പെടുന്നത്? നടക്കില്ലല്ലോ. ശരി, അപ്പോൾ ശരിയായ ഒരു മൈൻഡ് സെറ്റിനെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു. ഇനി ഏത് ലക്ഷ്യവും നേടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ പ്രോസസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡാലിയോ ഇതിനെ ഒരു സക്സസ് മെഷീൻ അഥവാ ഒരു വിജയയന്ത്രം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, ഈ ഒരു ഫോർമുലയെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിജയത്തിനുള്ള എഞ്ചിനാക്കി എങ്ങനെ മാറ്റിയെടുക്കാം? ഇതിനൊരു 5 സ്റ്റെപ്പുകളുണ്ട്. നോക്കൂ, ഒന്നാമത്തേത്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയുക, എന്നിട്ട് അതിനുവേണ്ടി ശ്രമിക്കുക. 2, ആ വഴിയിൽ വരുന്ന പ്രശ്നങ്ങളെ നേരിട്ടങ്ങ് ഫേസ് ചെയ്യുക. 3, ആ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം, അതായത് റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. 4 സ്റ്റെപ്പ്, ആ പ്രശ്നമില്ലാതാക്കാൻ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുക. അവസാനമായി 5 സ്റ്റെപ്പ്, ആ പ്ലാൻ അങ്ങ് നടപ്പിലാക്കുക. സിമ്പിളല്ലേ? ഇതൊരു സർക്കിൾ പോലെയാണ്. ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരു പ്രോസസ്സിനെ ഒരു മെഷീനായിട്ട് സങ്കൽപ്പിക്കുക. നിങ്ങൾ ഈ മെഷീൻ വീണ്ടും വീണ്ടും ഓടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ പതിയെ പതിയെ മെച്ചപ്പെടും, വികസിക്കും, അവസാനം വിജയിക്കും. ഓരോ തവണ ഈ മെഷീൻ പ്രവർത്തിപ്പിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തോട് കുറച്ചും കൂടി അടുക്കുകയാണ്. അപ്പോ ഈ പ്രോസസ്സ് കേൾക്കാൻ ഇത്ര സിമ്പിളാണെങ്കിൽ പിന്നെന്താ നമ്മളിൽ പലവർക്കും ഇത് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത്? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഈ സക്സസ് മെഷീനിൽ ചില ഗ്ലിച്ചുകൾ, അതായത് ചില തകരാറുകൾ വരാം. എന്തൊക്കെയാണ് തകരാറുകൾ? നമുക്ക് നോക്കാം. ഡാലിയോയുടെ അഭിപ്രായത്തില് പ്രധാനമായും 2 കാര്യങ്ങളാണ് നമ്മുടെ വഴിക്ക് തടസ്സമായി വരുന്നത്. 1, നമ്മുടെ ഈഗോ, അതായത് അഹംഭാവം. 2, നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടുകൾ, അതായത് നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ചില പരിമിതികൾ. എന്നാണ് ഈഗോ? ഞാൻ ചെയ്യുന്നതാണ് ശരി, എനിക്കെല്ലാം അറിയാം എന്നൊക്കെയുള്ള നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു തോന്നലില്ലേ, അതാണ് ഈഗോ. ഈ ഒരു സാധനം കാരണം നമ്മുടെ ബലഹീനതകൾ എന്താണെന്ന് സമ്മതിക്കാനോ മറ്റൊരാൾ ഒരു ഫീഡ്ബാക്ക് തന്നാൽ അത് സ്വീകരിക്കാനോ നമുക്ക് പറ്റില്ല. ആരെങ്കിലും നമ്മളെ വിമർശിച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നത് കണ്ടിട്ടില്ലേ? അതിന്റെ പിന്നിലെ പ്രധാന കാരണം ഈ ഈഗോ ആണ്. ഇനി എന്താണ് ബ്ലൈൻഡ് സ്പോട്ടുകൾ? സിമ്പിളാണ്. നമുക്ക് ലോകത്തെ മുഴുവനായിട്ട് കാണാൻ പറ്റില്ല. ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് ലോകത്തെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കാണാത്ത ചില കാര്യങ്ങളുണ്ടാവും. അതാണ് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടുകൾ. കാർ ഓടിക്കുമ്പോൾ മിററിൽ കാണാത്ത സ്ഥലങ്ങളില്ലേ? ഏകദേശം അതുപോലെ തന്നെ. ആ ബ്ലൈൻഡ് സ്പോട്ടുകൾ ചിലപ്പോ മറ്റുള്ളവർക്കേ കാണാൻ പറ്റൂ. ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നും അല്ല കേട്ടോ. പണ്ട് പ്രശസ്തനായ ഫിലോസഫർ അരിസ്റ്റോട്ടിൽ ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ദുരന്തങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ഫേറ്റൽ ഫ്ലോ അഥവാ ഒരു മാരകമായ പിഴവ് കാരണമാണെന്ന്. അതായത് നമ്മുടെ ഒരു ബലഹീനത, അതും മാത്രം നമ്മൾ പരിഹരിച്ചിരുന്നെങ്കിൽ ഒരു വലിയ വിജയം കിട്ടുമായിരുന്നു. പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാം തകർന്നു പോയേക്കാം. ശരി, അപ്പോ ഈ ഈഗോയുടെയും ബ്ലൈൻഡ് സ്പോട്ടിന്റെയും പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഇതിനൊക്കെയുള്ള പരിഹാരം എന്താണ്?
നമ്മുടെ ആ സക്സസ് മെഷീനിലെ ഈ ഗ്ലിച്ചുകൾ എങ്ങനെ ഫിക്സ് ചെയ്യാം? പരിഹാരം വളരെ സിമ്പിളാണ്. ഒറ്റ വാക്കിൽ പറയാം, ബി റാഡിക്കലി ഓപ്പൺ മൈൻഡഡ്. അതായത് സമൂലമായി തുറന്ന മനസ്സുള്ളവരായിരിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തെറ്റാകാനും സാധ്യതയുണ്ടെന്ന് അംഗീകരിക്കുക. എന്നിട്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശരിക്കും കേൾക്കാൻ തയ്യാറാവുക. അപ്പോ എന്താണ് ഈ റാഡിക്കലി ഓപ്പൺ മൈൻഡഡ് ആവുക എന്ന് പറഞ്ഞാല്? ഒന്നാമതായി, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് തെളിയിച്ചു കിട്ടുന്നൊരു സന്തോഷമില്ലേ, അതങ്ങ് മാറ്റിവെക്കുക. പകരം എന്താണ് സത്യമെന്ന് കണ്ടുപിടിക്കുന്നതിൽ സന്തോഷിക്കുക. രണ്ടാമത്, നിങ്ങളോട് വിയോജിക്കുന്ന ആളുകളെ കേൾക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് ബുദ്ധിയുള്ളവരുടെ അഭിപ്രായങ്ങൾ. പിന്നെ നിങ്ങളെക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കൂടെ സമയം ചെലവഴിക്കുക, അവരുടെ കൂടെ വർക്ക് ചെയ്യുക. എല്ലാവരുടെയും കഴിവുകളെ മനസ്സിലാക്കി ഒരുമിച്ച് പ്രവർത്തിക്കാൻ പഠിക്കുക. ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനാണ് ശരിയെന്ന സന്തോഷത്തിനു പകരം സത്യം കണ്ടെത്തുന്നതിലുള്ള സന്തോഷം തിരഞ്ഞെടുക്കുക. ഇതൊരു ചെറിയ മാത്രമല്ല, നിങ്ങളുടെ ഈഗോയെ മറികടക്കാനുള്ള ഏറ്റവും പവർഫുള്ളായൊരു വഴിയാണിത്. ശരിയോ തെറ്റോ എന്നതിലുപരി എന്താണ് യാഥാർത്ഥ്യം എന്നറിയാനുള്ള ഒരു ആഗ്രഹം അത് വളർത്തിയെടുക്കണം. ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് കൂട്ടിയിണക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെ പുതിയൊരു രീതിയിൽ കാണാൻ പറ്റും. എങ്ങനെയാണ് പ്രശ്നങ്ങളെ നല്ല രീതിയിൽ നേരിടേണ്ടത്, അല്ലെങ്കിൽ ഡാലിയോ പറയുന്നത് പോലെ എങ്ങനെ നന്നായി കഷ്ടപ്പെടാം എന്ന് നമുക്ക് പഠിക്കാം. അപ്പോ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: വിജയമെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥയല്ല. അതൊരിക്കലും നടക്കില്ല. വിജയമെന്ന് പറയുന്നത് വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ ഒരു എക്സ്പേർട്ട് ആവുന്നതാണ്, അതിൽ മിടുക്കനാവുന്നതാണ്. അതുകൊണ്ട് റേ ഡാലിയോയുടെ ഈ മുഴുവൻ ഫിലോസഫിയെയും നമുക്ക് രണ്ട് വാക്കിൽ ഒതുക്കാം: സ്ട്രഗിൾ വെൽ. അതായത് നന്നായി കഷ്ടപ്പെടുക. കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷെ അതിനെ ഒരു വളർച്ചയ്ക്കുള്ള അവസരമായി കണ്ട് ശരിയായ രീതിയിൽ നേരിട്ട് മുന്നോട്ടു പോകുക. അപ്പോ പോകുന്നതിനു മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം. അരിസ്റ്റോട്ടിൽ പറഞ്ഞ ആ ഫേറ്റൽ ഫ്ലോ, ആ ഒരു മാരകമായ പിഴവ്, അത് നിങ്ങളിൽ എന്തായിരിക്കാം? നിങ്ങളുടെ ഈഗോയാണോ? അതോ നിങ്ങൾ കാണാത്ത ഏതെങ്കിലും ബ്ലൈൻഡ് സ്പോട്ടുകളാണോ നിങ്ങളുടെ ഏറ്റവും വലിയ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ആ ഉത്തരം കണ്ടെത്തുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമായിരിക്കും.